എടി ശരിയല്ല ശരിയല്ല ഒന്നും കൂടി ഇത് കറക്റ്റ് ആകുമ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഈ ദിവ്യന്റെ വീഡിയോ നിന്നിട്ട് എടുക്കുന്നത് ഒന്ന് പെട്ടെന്നാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇറ്റ്സ് അനാറ്റമി ഓഫ് നീ ജോയിന്റ്. ഇത് കുറച്ചുകൂടെ ഒരു ലോങ്ങർ വീഡിയോ ആയിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് ദി നീ ജോയിന്റ് ദാറ്റ് വി ഡീലിംഗ് വിത്ത്, ദി ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ജോയിന്റ് ഇൻ ദ ബോഡി. So knee joint is a synovial joint of modified hinge variety, and actually അതൊരു compound joint ആണ്, and it consists of 3 articulations. They are lateral and medial femorotibial articulations of condylar variety and intermediate femoropatellar articulation of saddle variety. Next subheading എന്ന് പറയുന്നത് articular surfaces ആണ്. Articular surface of the medial and lateral condyles of the femur and articular surface of the medial and lateral condyles of tibia. Then trochlear surface of the femur and articular surface of the patella. നെക്സ്റ്റ് സബ് ഹെഡിങ് എന്ന് പറയുന്നത് ലിഗമെന്റ്സ് ഓഫ് നീ ജോയിന്റ്. ലിഗമെന്റ്സ് ഓഫ് നീ ജോയിന്റ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ലിഗമെന്റ്സും അതുപോലെ സെക്കൻഡറി ലിഗമെന്റ്സും പഠിക്കും. അതിൽ ഇമ്പോർട്ടന്റ് ലിഗമെന്റ്സിനെ ഒത്തു വെക്കാനുള്ള കോഡാണ് CLAMT, CLAMT. അതായത് ക്യാപ്സുലർ ലിഗമെന്റ്, ലിഗമെന്റം പെറ്റല്ലേ, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ മെനിസ്കി, ആൻഡ് ടി എന്ന് പറയുന്നത് ടിബിയൽ ആൻഡ് ഫിബുലർ കൊളാറ്ററൽ ലിഗമെന്റ്. ഇനി അത് സെക്കൻഡറി ലിഗമെന്റ്സ് ഓർത്തു വെക്കാനുള്ള കോഡാണ് COAT, COAT. Coronary ligament, oblique popliteal ligament, arcuate popliteal ligament, and transverse ligament. Ligaments, important ligaments list ചെയ്തതിൽ medial and lateral menisci എന്ന് പറയുന്നത് ആക്ച്വലി ലിഗമെന്റ്സ് അല്ല. they are actually made of fibrocartilage, but ഒരു ഫങ്ഷണൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് മെനിസ്കിയും അതുപോലെ ലിഗമെന്റ്സും കളക്റ്റീവ്ലി നീ ജോയിന്റിന് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ലിഗമെന്റ്സിൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് നീ ജോയിന്റ്. നീ ജോയിന്റ് ഒരു റിലേറ്റീവ്ലി വീക്ക് ആയിട്ടുള്ള ജോയിന്റ് ആണ്, ബിക്കോസ് അതിന്റെ ആർട്ടിക്കുലർ സർഫസസ് ഇൻകോൺഗ്രുവന്റ് ആണ്. മീൻസ് അതിന്റെ സർഫസസ് കറക്റ്റ് ഫിറ്റ് ചെയ്യില്ല, പ്രോപ്പർലി ഫിറ്റ് ചെയ്യുന്ന സർഫസസ് അല്ല നീ ജോയിന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോണിന്റെ ആർട്ടിക്കുലർ സർഫസസ്. അതായത് നമ്മൾ ഈ ഫിമറിന്റെ ഫെമറൽ കോണ്ടൈൽസ് നോക്കുകയാണെങ്കിൽ ടിബിയൽ കോണ്ടൈൽസിനെക്കാട്ടിലും കുറച്ചുകൂടെ ലാർജ് ആണ്, കോൺവെക്സ് ആണ്. ബട്ട് ടിബിയ കുറച്ചുകൂടെ ഒരു ഷാലോ ആണ് ടിബിയൽ കോണ്ടൈൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെമറോപെറ്റലർ ആർട്ടിക്കുലേഷനും അത്ര സ്റ്റേബിൾ അല്ല. ഈ ആർട്ടിക്കുലർ സർഫേസ് ഷാലോ ആണ്. അതുപോലെ തന്നെ ഈ ലോങ് ആക്സിസ് ഓഫ് ഫിമറും അതുപോലെ ടിബിയയുടെ ഇടയിൽ ഒരു ഔട്ട്വേർഡ് ആംഗുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും അത്ര ക്വൈറ്റ് സ്റ്റേബിൾ അല്ല, വിച്ച് ഓൾ മേക്സ് നീ ജോയിന്റ് എ വീക്ക് ജോയിന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീ ജോയിന്റിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് ദി സ്റ്റെബിലിറ്റി ഓഫ് നീ ജോയിന്റ് എന്ന് പറയുന്നത് 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. First one is the strength and actions of surrounding muscles and tendons. Second one, knee joint and side to side stability maintain ചെയ്യാൻ വേണ്ടിയിട്ട് medial and lateral collateral ligaments. Cruciate ligaments maintain the anteroposterior stability. Partly flexed knee stabilize ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് iliotibial tract. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് bursae around knee joint. നീക്ക് ചുറ്റും 12 bursae in total ഉണ്ട്. അതിൽ 4 anterior, 3 medial and lateral and 2 posterior bursae ആണുള്ളത്. Next, relations of the knee joint. Next, blood supply of knee joint. Knee joint blood supply is through the arterial anastomosis around the knee joint, and it is formed by 5 genicular branches of the popliteal artery, descending genicular branch of the femoral artery, descending branch of the lateral circumflex femoral artery, 2 recurrent branches of the anterior tibial artery, circumflex fibular branch of the posterior tibial artery. Nerve supply of the knee joint. Femoral nerve through its branches to vastae, especially vastus medialis. Tibial and common peroneal nerves through its genicular branches, obturator nerve through its posterior division. Next, about the movements of the knee joint: flexion, extension, medial rotation and lateral rotation. The flexion, extension are main of active movements. Next, നമ്മൾ ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് ഓഫ് knee ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ഫിമറിന്റെ കോണ്ടൈൽസ്, ലാറ്ററൽ ആൻഡ് മീഡിയൽ കോണ്ടൈൽസ് ഡിഫറെന്റ് ആണ്. ഇൻ ദി സെൻസ്
ഫിമറിന്റെ മീഡിയൽ കോണ്ടൈൽസ് കുറച്ചുകൂടെ ലോങ് ആൻഡ് കർവ്ഡ് ആണ് കമ്പയർഡ് ടു ദി ലാറ്ററൽ കോണ്ടൈൽസ്. അപ്പൊ നമ്മൾ വെൻ ഫുഡ് ഇസ് ഓൺ ദ ഗ്രൗണ്ട് എക്സ്റ്റൻഷന്റെ ഫൈനൽ സ്റ്റേജസ് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ടെർമിനൽ ഫേസ് ഓഫ് എക്സ്റ്റൻഷൻ ആവുമ്പോൾ നമ്മുടെ ലാറ്ററൽ കോണ്ടൈൽസ് ഓൾറെഡി ഗ്ലൈഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും ഈ മീഡിയൽ കോണ്ടൈൽ കണ്ടിന്യൂസ് ടു മൂവ് ബാക്ക്വേർഡ്. ഓൾറെഡി ലാറ്ററൽ കോണ്ടൈല് ഗ്ലൈഡിങ് ഏർലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മീഡിയൽ കോണ്ടൈൽസ് ലോങ് ആൻഡ് മോർ കർവ് ദാൻ ലാറ്ററൽ ആയതുകൊണ്ട് it still continues to move backward, which causes the femur to rotate medially on tibia. അതാണ് docking of knee joint concept. There is a medial rotation of the femur on the tibia during the terminal phase of extension. ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നീ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി റിജിഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ ലിഗമെന്റ്സും ഭയങ്കര ടോട്ടാണ്. മെക്കാനിസം ആണ് സ്ക്രൂ ഹോം മെക്കാനിസം എന്ന് പറയുന്നത്. ലോക്കിംഗ് പറഞ്ഞ പോലെ അൺലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലാറ്ററൽ റൊട്ടേഷൻ ഓഫ് ഫെമർ ഓൺ ദ ടിബിയ ഡ്യൂറിംഗ് ഇനീഷ്യൽ ഫേസ് ഓഫ് ഫ്ലെക്ഷൻ. അൺലോക്കിംഗ് ഇസ് ബ്രോട്ട് അബൌട്ട് ബൈ ദി പൊപ്ലീറ്റിയസ് മസിൽ. ഇനി നമുക്ക് കുറച്ച് ക്ലിനിക്കൽ കോറിലേഷൻ നോക്കാം. ഫസ്റ്റ് ഈസ് ദ ഡിസ്ലൊക്കേഷൻ ഓഫ് പെറ്റല ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് മോസ്റ്റ്ലി ലാറ്ററലി. നെക്സ്റ്റ് മെനിസ്കൽ ടയർസ്. ഈ ഫുട്ബോൾ കിക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് നീ വെച്ചിട്ട് ഈ ട്വിസ്റ്റിംഗ് സ്ട്രെയിൻസ് സംഭവിക്കും. അതായത് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള നീയിൽ ട്വിസ്റ്റിംഗ് സ്ട്രെയിൻ സംഭവിക്കുമ്പോഴാണ് ഈ മെനിസ്കൽ ടയർ വരിക. അത് 3 രീതിയിൽ സംഭവിക്കാം. മെനിസ്കസ് കാപ്സ്യൂളിൽ സെപ്പറേറ്റഡ് ആവാം, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി ടയർ വരാം, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ്ലി ടയർ വരാം. ലോഞ്ചിറ്റ്യൂഡിനലി ടയർ വരുമ്പോൾ നമ്മൾ അതിനെ പറയും ബക്കറ്റ് ഹാൻഡിൽ ടയർ. പ്രീ പെറ്റലർ ബർസയുടെ ഇൻഫ്ലമേഷൻ നമ്മൾ ഹൗസ്മേറ്റ്സ് നീ എന്ന് പറയും. അതുപോലെ സബ്ക്യൂട്ടേനിയസ് ഇൻഫ്രാ പെറ്റലർ ബർസയുടെ ഇൻഫ്ലമേഷന് ക്ലർജിമാൻസ് നീ എന്ന് പറയും. സെമി മെംബ്രേനസ് ബർസയുടെ ക്രോണിക് ഇൻഫ്ലമേഷന് ബേക്കർ സിസ്റ്റ് അല്ലെങ്കിൽ പോപ്ലീറ്റൽ സിസ്റ്റ് എന്ന് പറയും. കണ്ടീഷൻ ഇസ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഡീജനറേറ്റീവ് വെയർ ആൻഡ് ടയർ ഓഫ് ആർട്ടിക്കുലർ കാർട്ടിലേജസ് ഉണ്ടാകുമ്പോഴാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. ഇനി ക്രൂഷ്യേറ്റ് ലിഗമെന്റ്സിന് ടയർ സംഭവിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ആന്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റിനാണ് ടയർ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ടിബിയ ഇസ് പുൾഡ് എക്സസീവ്ലി ഫോർവേഡ് ഓൺ ഫിമർ. അതിനാണ് ആന്റീരിയർ ഡ്രോയർ സൈൻ എന്ന് പറയുന്നത്. അതുപോലെ പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റിനാണ് ടയർ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ടിബിയ ഇസ് പുൾഡ് എക്സസീവ്ലി ബാക്ക്വേർഡ്. അതിനാണ് പോസ്റ്റീരിയർ ഡ്രോയർ സൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആസ്പിറേഷൻ ഓഫ് ദ നീ ജോയിന്റ്. നീ ജോയിന്റിൽ ഫ്ലൂയിഡ് കളക്ഷൻ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതും നമുക്ക് ലിഗമെന്റും പെറ്റലയുടെ ഏത് സൈഡിലൂടെയും ഈ ആസ്പിറേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യാം. ബട്ട് മോസ്റ്റ്ലി ലാറ്ററലി ആണ് നമ്മൾ ആസ്പിറേഷന് അപ്രോച്ച് ചെയ്യുന്ന സൈഡ്. ഇതിന്റെ നീഡിൽ ഇൻസേർഷന് വേണ്ടിയിട്ട് നമ്മൾ 3 ബോണി ലാൻഡ്മാർക്സ് ആണ് യൂസ് ചെയ്യുന്നത്. One is the tibial tuberosity. Next is the lateral epicondyle of the femur. The apex of the patella. എന്തെങ്കിലും നീ പെത്തോളജിയിൽ ഡ്രഗ് ഇഞ്ചക്ഷന് വേണ്ടിയിട്ടും നമ്മൾ ഈ സൈറ്റാണ്, ഈ ട്രയാങ്കുലർ സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, unhappy triad of the knee joint. It is the combination of injury of the tibial collateral ligament, medial meniscus and anterior cruciate ligament.